ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണാൻ പാണക്കാട്ടെ വസതിയിലെത്തിയിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് ഗംഭീര വിജയം സമ്മാനിച്ച ലീഗ് കോൺഗ്രസ് കൂട്ടുകെട്ട് UDF ഐക്യത്തിൻ്റെ നന്ദി സൂചകമായി ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ പാണക്കാട് തങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പിരിമുറുക്കങ്ങൾ നിറഞ്ഞ പ്രചരണത്തിനൊടുവിൽ കോൺഗ്രസും ലീഗും ഒരുമിച്ചൊറ്റക്കെട്ടായി ഒരു മെയ് പോലെ നടത്തിയ പ്രചരണമാണ് ആര്യാടൻ ഷൗക്കത്തിന് 11,077 വോട്ടിൻ്റെ ലീഡ് നേടിക്കൊടുത്തത്. ഭൂതകാലത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ രാജിയായി കഴിഞ്ഞിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിന് പൂർണ്ണ പിന്തുണയുമായി ലീഗ് നേതാക്കൾ എത്തിയിരുന്നു. നമുക്കിപ്പം അഷ്കർ അലി കരിമ്പയുണ്ട്. അഷ്കർ അലി കരിമ്പ ആര്യാടൻ ഷൗക്കത്ത് പാണക്കാട്ട് വീട്ടിലേക്ക് വരുന്നു എന്നുള്ളത് വലിയ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമ്പോൾ അതിൽ ലീഗിൻ്റെ പങ്കാളിത്തം ശ്രദ്ധേയവുമായിരുന്നു അല്ലേ അഷ്കർ? അതും തീർച്ചയായും. കാരണം ഇന്നലെ തെരഞ്ഞെടുപ്പ് ജയത്തിന് പിന്നാലെയുള്ള ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഒരു ഔദ്യോഗിക ആദ്യ സന്ദർശനം എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ പാണക്കാട് വെച്ച് നടക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിലേക്കാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മധുരം നൽകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പച്ച ലഡു കൊടുത്ത് ആര്യാടൻ ഷൗക്കത്തിന് സാദിഖ് അലി തങ്ങൾ നൽകുന്ന ഒരു കാഴ്ച. തിരിച്ച് ആര്യാടൻ ഷൗക്കത്ത് സാദിഖ് അലി തങ്ങൾക്കും മധുരം പങ്കിടുന്നു. ഇത് തെരഞ്ഞെടുപ്പ് ജയത്തിന് പിന്നാലെ തന്നെയുള്ള ആര്യാടൻ ഷൗക്കത്തിൻ്റെ ആദ്യ സന്ദർശനം കൂടിയാണ്. മുസ്ലിം ലീഗ് നേതൃത്വത്തോട് പ്രത്യേകിച്ച് ലീഗും കോൺഗ്രസും ഒക്കെ ചേർന്ന് UDF സംവിധാനം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് നിലമ്പൂരിലേത് എന്നാണ് UDF നേതൃത്വം തന്നെ വിലയിരുത്തുന്നത്. ലീഗിൻ്റെ പിന്തുണയെ വാനോളം ആര്യാടൻ ഷൗക്കത്ത് പുകഴ്ത്തുകയും ചെയ്തതിൻ്റെ പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി സാദിഖ് അലി തങ്ങളടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കളുടെ ശക്തമായ ഇടപെടൽ സംഘടനാ സംവിധാനത്തിൻ്റെ മെഷീനറിയെ കൃത്യമായി ചലിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ തന്നെ ആര്യാടൻ ഷൗക്കത്ത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും വലിയ രീതിയിൽ പ്രതികരണം നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിലെത്തി സന്തോഷം പങ്കിടാനെത്തിയത്. ലീഗ് UDF ബന്ധത്തിൻ്റെ ഒരു ഐക്യത്തിൻ്റെ ഒരു വേദി കൂടിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേദി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ശക്തമായി അതിൻ്റെ രണ്ട് സംഘടനാ സംവിധാനം ഒരുമിച്ച് ഒരുപോലെ പ്രവർത്തിച്ചതിൻ്റെ ഫലം കൂടിയായിരുന്നു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിജയം എന്നുള്ളതും ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പാണക്കാട് എത്തിക്കൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ആദ്യ സന്തോഷം നടത്തുന്നു. അതോടൊപ്പം PK ബഷീർ MLA ഏറനാട് MLA ആയിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ഏറനാട് MLA ആയിട്ടുള്ള PK ബഷീർ, അതുപോലെ തന്നെ മഞ്ചേരി MLA UA ലത്തീഫ്, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള ഇസ്മായിൽ മുത്തേടം, അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ നേതാക്കൾ അടക്കമുള്ളവർ പാണക്കാട് എത്തിയിട്ടുണ്ട്. എന്തായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ നിലമ്പൂരിലെ വിജയം അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചാണെങ്കിലും അനിവാര്യമായ ഒരു സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള അല്ലെങ്കിൽ അത് ലക്ഷ്യമാക്കിയുള്ള പ്രചാരണം തന്നെയായിരുന്നു ലീഗും നടത്തിയിരുന്നത്. ആ പരിശ്രമത്തിൽ ലീഗും UDFും വിജയിക്കുന്ന അല്ലെങ്കിൽ 11,000-ലധികം ഭൂരിപക്ഷം നേടി വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വലിയ അഭിമാന നേട്ടമെന്നായിരുന്നു ലീഗ് നേതാക്കളൊക്കെ തന്നെ പ്രതികരിച്ചത്. എന്തായാലും അതിലേറ്റവും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ പിറ്റേ ദിവസം തന്നെ ആര്യാടൻ ഷൗക്കത്ത് പാണക്കാട് സാദിഖ് അലി തങ്ങളെ സന്ദർശിക്കുന്നതിനായി പാണക്കാട് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഒരു സന്ദർശനം എന്ന് പറയാം. അല്ലെങ്കിൽ ഏറ്റവും സൗഹൃദപരമായ സന്തോഷത്തിലൂന്നിയുള്ള ഒരു കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയ്ക്ക് എത്തിയ ആര്യാടൻ ഷൗക്കത്തിന് സാദിഖ് അലി തങ്ങൾ മധുരം നൽകുന്നൊരു കാഴ്ചയും കൂടി ഉണ്ടായിരുന്നു. അരുൺ, എന്നാലും സന്തോഷകരമായ ഒരു കാഴ്ചയാണ്. ഒരുപക്ഷെ ഇരുവരും മാധ്യമങ്ങളെ കാണും ഒരുമിച്ച് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിലേക്കെത്തി ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നന്ദി അറിയിക്കുകയാണ്. നിലമ്പൂർ മണ്ഡലത്തിലെ 11,077 വോട്ടിൻ്റെ ഭൂരിപക്ഷം സമ്മാനിച്ച ചരിത്ര വിജയത്തിൽ ലീഗിലെ പ്രവർത്തകരുടെയും അണികളുടെയും ഒക്കെ പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നു. വീടാന്തരം കയറി വോട്ടുകൾ പോകുന്ന ഏതെങ്കിലും തരത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് കൊടുക്കാതെ പിണങ്ങി നിൽക്കുന്ന അണികളുണ്ടെങ്കിൽ ആ ഒരൊറ്റ വോട്ടും ചോർന്നു പോകാതിരിക്കാൻ ലീഗ് നേതൃത്വം കാണിച്ച ജാഗ്രത എടുത്തു പറയേണ്ടതാണ്. ലീഗ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുഴുവൻ വോട്ടുകളും ആര്യാടൻ ഷൗക്കത്തിൻ്റെ പെട്ടിയിലാക്കാൻ ലീഗ് നേതൃത്വത്തിന് സാധിച്ചിരുന്നു. അഷ്കറുണ്ട്. അഷ്കർ, ഈ കാഴ്ചയും പ്രധാനപ്പെട്ടതാണ്. അതിവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല.
2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് കൂടി ലീഗിന്റെ പൂർണ്ണമായ പിന്തുണ ആര്യാടൻ ഷൗക്കത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ലീഗിന്റെ പിന്തുണ ഇല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ നിന്നൊരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരിക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ്. ലീഗിനെ വെല്ലുവിളിക്കുമ്പോഴും ലീഗിലെ നേതാക്കൾക്കിടയിൽ ബന്ധം തുടർന്നിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ അതേ ശൈലിയിലേക്കാണ് ആര്യാടൻ ഷൗക്കത്തും ഇപ്പോൾ എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മാറിയ സാഹചര്യത്തിൽ ലീഗിന് ആ മണ്ഡലത്തിലുള്ള നിർണായകമായ സ്വാധീനം തിരിച്ചറിയുന്നുണ്ട് ആര്യാടൻ ഷൗക്കത്ത്. എന്തായാലും ലീഗിന്റെ വലിയ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി എന്ന് ആര്യാടൻ ഷൗക്കത്തിന് തീർച്ചയായും ബോധ്യമുണ്ട്. ഇന്ന് ആദ്യം കാണാൻ പോകുന്ന മുതിർന്ന നേതാവും ഒരുപക്ഷെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്.